ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മുഗ്ലായ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ബിരിയാണിയാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ബിരിയാണി ചെയ്യുന്ന പോലെ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയെടുക്കേണ്ട ഒന്നും സമയം നമുക്ക് ആവശ്യമില്ല. നമ്മളെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്ന ഒരു ബിരിയാണിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഗരം മസാലയിലല്ല ഈ ബിരിയാണി ചെയ്യുന്നത്, നോർത്ത് ഇന്ത്യൻ മസാലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒറിജിനൽ ടേസ്റ്റാണ് നമുക്ക് ഈ ബിരിയാണിക്ക് കിട്ടുന്നത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒരു പാനിൽ ഞാൻ നെയ്യും ഓയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 4 മീഡിയം സൈസ് ഉള്ളിയാണ് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് പൊരിച്ച് കോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് നെയ്യിൽ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയും മതി, നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 200 ഗ്രാം തൈരാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 1 കിലോ ചിക്കനിലേക്കുള്ള അളവുകളാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ തക്കാളി ചേർക്കണില്ല, തൈരിന് ചെറുനാരങ്ങൻ്റെ പുളിയാണ് കേട്ടോ. ഇതിലേക്കൊരു 3 ഗ്രാമ്പു, 3 ഏലക്ക, അതുപോലെ ചെറിയ കഷ്ണം പട്ട, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക, നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഗരം മസാലയാണ് നമ്മുടെ ഈ ഒരു ഇതിനുള്ള ഫ്ലേവർ തരുന്നത്. ഇനി ഇതിലേക്ക് 1 കിലോ ചിക്കന് നമ്മൾ സാധാരണ ബിരിയാണിയിലൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല മുളക് പൊടി ചേർക്കുക, അതുപോലെ നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്താൽ മതി. ഞാനിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെക്കണം കേട്ടോ. ഈ ചിക്കൻ മാരിനേഷൻ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആകും നമ്മുടെ ബിരിയാണി. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൈര് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ എടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ഈ റെസിപ്പിയിലേക്ക് പച്ചമുളക് ചേർക്കാറില്ല കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഇതിലൊക്കെ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതിലേക്ക് പച്ചമുളക് സാധാരണ ചേർക്കാറില്ല എന്ന്. ഇതിലേക്ക് ഒരു പിടി മല്ലിയില പുതിനയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഞാനത് കീറാതെ തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഈ റെസിപ്പിയിൽ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല എരിവ് ചേർക്കുന്നവർ നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ 1-2 ചെറുനാരങ്ങയൊക്കെ ആവശ്യമായിട്ട് വരും കേട്ടോ. ഇതിലേക്ക് ഉള്ളി പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു നെയ്യിൻ്റെ മിക്സ് തന്നെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് 3-4 മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. ഇനി തലേ ദിവസമൊക്കെ നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് അടച്ചു വെക്കാം. ഈ സമയത്ത് നമുക്ക് ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചോറ് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചോറ് വേവിക്കുന്നത് ഞാൻ ഒരുപാട് കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ നേരത്തെ ഒരുപാട് റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട്. ബസ്മതി റൈസാണ് ഞാനിപ്പോൾ ഇവിടെ ചോറിനായിട്ട് വേവിച്ചിട്ടുള്ളത്. ഉപ്പിട്ടിട്ട് വേവിച്ച് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള ചോറാണ്. ഒരു ഹാഫ് വേവാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് വേവിക്കരുത്. ഇനി നമ്മൾ വേവിക്കാത്ത ചിക്കനാണ് നമ്മൾ ദം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഏത് പാത്രത്തിലാണോ നിങ്ങൾ ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ നമ്മൾ കുക്കാക്കാതെയാണ് ഈ ബിരിയാണി ചെയ്തെടുക്കുന്നത്. ഈ ഹാഫ് വേവാക്കിയിട്ടുള്ള ചോറ് നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കുക. ഇതിൽ നമ്മൾ ലെയറാക്കിയിട്ട് ഉള്ളി അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒന്നിച്ചാണ് ഇട്ടിട്ട് നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കുക. അതുപോലെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതും കൂടെ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ്. ഇതിന് പകരം നിങ്ങൾക്ക് കുങ്കുമപ്പൂ ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ആദ്യം ഒരു നല്ല തീയിൽ 5 മിനിറ്റ് കൊടുക്കുക. പിന്നെ ചെറിയ തീയിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് നിങ്ങൾ ദം ചെയ്തെടുക്കുക. അപ്പോൾ
തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യട്ടെ. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചെയ്തിട്ട് അപ്പോൾ ഞാനിവിടെ ബിരിയാണി റെഡിയായിട്ട് ശേഷമാണ് ഞാൻ വിളമ്പുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് സിമ്മിലാക്കിയിട്ട് വേണം നിങ്ങൾ ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരുപാട് നല്ല തീയിൽ വെച്ച് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ ചിക്കൻ ആകെ കരിഞ്ഞു പോവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ് ഇതിന്. നമ്മൾ ചിക്കൻ കുക്കാക്കാണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ആ ചിക്കൻ വേവുന്ന നല്ല ഫ്ലേവർ നമ്മുടെ ചോറിലേക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് നട്ട്സ് വെച്ചിട്ട് സെർവ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ ഇഷ്ടം പോലെ. പൊരിച്ച ഉള്ളിയൊന്നും വെച്ചിട്ട് സെർവ് ചെയ്യരുത് കേട്ടോ, അത് നമ്മുടെ നാടൻ ബിരിയാണിക്കാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ആപ്പിൾ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ മുകളിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.